ഹാപ്പി സബത്ത്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ മനോഹരമായ ശബത്തിൻ്റെ പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് അല്പസമയം ദൈവവചനം ചിന്തിക്കുവാൻ നൽകിയ ഈ അസുല നിമിഷത്തിനായി ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഇതിലായിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ പ്രഭാതത്തിൽ നമുക്ക് ചിന്തിപ്പാനുള്ളതായ വിഷയം അനുസരണത്തിൻ്റെ അനുഗ്രഹങ്ങൾ. ആ അനുസരണത്തിൻ്റെ അനുഗ്രഹങ്ങൾ എപ്രകാരമാണ് നമുക്ക് ലഭിക്കുക എന്നുള്ളത് ചിന്തിക്കുമ്പോൾ യേശു അനുസരിച്ച് അതേ പ്രകാരം ദൈവത്തെ അനുസരിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ആപ്തവാക്യമായി കൊടുത്തിരിക്കുന്നത്. 1 യോഹന്നാൻ 5:3 അതിപ്രകാരം പറയുന്നു, അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതല്ലോ ദൈവത്തോടുള്ള സ്നേഹം. അവൻ്റെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല. ഒരുപക്ഷെ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ മുമ്പിൽ നൽകിയിരിക്കുന്ന മാതൃക എന്നുള്ളത് ഏറ്റവും വലിയ മാതൃക എന്നുള്ളത് ദൈവത്തെ അനുസരിക്കുക എന്നുള്ളതാണ്. കാരണം കർത്താവ് പല അവസരങ്ങളിലും ദൈവത്തെ അനുസരിച്ചു കൊണ്ടുള്ളതായ ഓരോ പ്രവർത്തനങ്ങളുമായിരുന്നു നമുക്ക് നൽകിയിട്ടുണ്ടായിരുന്നത്. ഇന്ന് ലോകത്തെ നയിക്കുന്നതായ ശക്തികൾ പറയുന്നത് കൽപ്പന നമുക്ക് അനുസരിക്കുവാനായിട്ട് സാധ്യമല്ല എന്ന്. എന്നാൽ നമ്മൾ ആരെയാണ് മാതൃകയാക്കേണ്ടത്? നമ്മുടെ നിത്യജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹപ്രദമായി നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഏറ്റവും അനുയോജ്യമായ കാര്യം ദൈവത്തെ അനുസരിക്കുക എന്നുള്ളതാണ്. ഒരുപക്ഷെ നമുക്ക് നൽകിയിരിക്കുന്നതായ കൽപ്പനകൾ നമ്മൾ ചിന്തിക്കുമ്പോൾ യാതൊരു വിധമായ പ്രയാസവും ഉള്ളതല്ല. ഇന്ന് നമ്മുടെ ഈ രാജ്യത്ത് നിലനിൽക്കുന്നതായ നിയമങ്ങൾ എല്ലാം തന്നെ നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മളുടെ കൽപ്പനയുമായി വളരെയധികം സാമ്യം തോന്നുന്ന ഒന്നാണ്. ഇന്ന് സാത്താനാൽ നയിക്കപ്പെടുന്നതായ വ്യക്തികൾ പറയുന്നത് കൽപ്പന അനുസരിക്കുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. നമുക്ക് നൽകിയിരിക്കുന്നതായ കൽപ്പനകൾ ഏതൊക്കെയാണ് ഒന്ന് പരിശോധിക്കുമ്പോൾ ഇതിലെ പൊള്ളത്തരം നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. കൊല ചെയ്യരുത് എന്നുള്ളതായ കൽപ്പന നമ്മൾ ഇന്ത്യൻ നിയമത്തിൽ വെച്ച് നോക്കുമ്പോൾ കൊല ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് നമ്മൾ ശിക്ഷയ്ക്ക് അർഹരാണ്. മോഷണം, വ്യഭിചാരം, കള്ളസാക്ഷ്യം പറയൽ എന്നിവയെല്ലാം നമ്മൾ അനുവർത്തിച്ചാൽ അല്ലെങ്കിൽ അത് ചെയ്തു കഴിഞ്ഞാൽ ഇന്ത്യൻ ശിക്ഷാ നിയമവും നമ്മൾക്ക് എതിരാകും. അല്ലെങ്കിൽ ആ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൻ്റെ പറഞ്ഞിരിക്കുന്നതായ ശിക്ഷകൾ നമ്മൾക്ക് ലഭിക്കുന്നതാണ്. ആയതിനാൽ നമ്മൾ ഒരിക്കലും ഇതൊന്നും ലംഘിക്കുവാനായിട്ട് സാധ്യമാകുകയില്ല. ഇത് ലംഘിക്കുന്നവർക്ക് അതിന് ശിക്ഷ ലഭിക്കുന്നുമുണ്ട്. അപ്പോൾ എപ്രകാരമാണ് ദൈവം തമ്പുരാൻ നമ്മുടെ നന്മയ്ക്കായിട്ട് നൽകിയിരിക്കുന്നതായ ഈ കൽപ്പന അനുസരിക്കുവാൻ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ളത്? ഒന്ന് ചിന്തിച്ചു നോക്കുക. ഒരുപക്ഷെ ഇന്ന് ലോകത്തെ നയിക്കുന്നതായ ആ ശക്തി പറയുന്നത് ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുന്ന പ്രയാസമുള്ളതാണ് എന്ന് പറയുമ്പോൾ അതിലേറ്റവും പ്രയാസമുള്ളതായ കാര്യം അവർ ചൂണ്ടിക്കാണിക്കുന്നത് വിശുദ്ധ ശബത്തിൻ്റെതാണ്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു ഈ ശബത്ത് അനുസരിച്ചാണ് കാണിച്ചത്. അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ദൈവത്തോടുള്ള തൻ്റെ അനുസരണമാണ് അവിടെ വ്യക്തമാക്കിയത്. ദൈവം തമ്പുരാൻ നൽകിയതായ ആ കൽപ്പന ലംഘിക്കുവാനായിട്ട് കർത്താവായ യേശു ക്രിസ്തു മുതിർന്നിരുന്നില്ല. അതിലൂടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് ആ പിതാവും മകനും തമ്മിലുള്ളതായ ഒരു ബന്ധമാണ്, ആ സ്നേഹബന്ധമാണ്. നമ്മൾ ആരെയാണ് മാതൃകയാക്കേണ്ടത്? ഈ കൽപ്പനകളൊന്നും അനുസരിക്കുവാനായിട്ട് സാധ്യമല്ല എന്ന് പറയുന്നതായ ശക്തിയാണോ, അതോ ഇതെല്ലാം അനുസരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും എന്ന് നമ്മളെ പഠിപ്പിച്ച കർത്താവായ യേശു ക്രിസ്തുവിനെയാണ്. കർത്താവായ യേശു ക്രിസ്തു നമ്മളെ പഠിപ്പിക്കുക മാത്രമല്ല ഇത് അനുവർത്തിച്ച് കാണിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ദൈവം നൽകിയിരിക്കുന്നതായ ഈ കൽപ്പനകൾ അനുസരിക്കുന്നതിൽ യാതൊരു വിധമായ പ്രയാസവുമില്ല. ഒന്ന്, നമ്മൾ കർത്താവിൻ്റെ മാതൃക പിന്തുടരുമ്പോൾ നമ്മൾ ദൈവത്തെ അനുസരിക്കുന്നവരാകും. 2, അതോടൊപ്പം തന്നെ നമ്മൾ ദൈവത്തിൻ്റെ നല്ല സാക്ഷ്യമുള്ള മക്കളുമാകും. ഒരുപക്ഷെ ദൈവം ഏറ്റവും അധികം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അതുതന്നെയാണ്. ഏറ്റവും മാതൃകയുള്ള അല്ലെങ്കിൽ സാക്ഷ്യമുള്ള മക്കളായി ഈ ഭൂമിയിൽ അനുഗ്രഹത്തോടെ ജീവിക്കുക എന്നുള്ളതാണ്. ഈ പ്രഭാതത്തിൽ നമ്മൾക്ക് നൽകിയിരിക്കുന്നതായ കൽപ്പനകളെ പറ്റി ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായ കാര്യം നമ്മൾ ഈ കൽപ്പനകൾ അനുസരിച്ച് മറ്റുള്ളവർക്ക് മാതൃക കാണിക്കുവാനായിട്ട് വിളിക്കപ്പെട്ട മക്കളാണ് എന്നുള്ളതാണ്. കാരണം ക്രിസ്തുവിൻ്റെ സ്വഭാവത്തെ
ലോകത്തെ കാണിച്ചു കൊടുക്കുവാനുള്ള മാനുഷികമായ മാധ്യമങ്ങളാണ് നാം. അത് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ അനുസരിക്കേണ്ടതും മാതൃക കാണിക്കേണ്ടതും കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലുകളും ജീവിത രീതിയുമാണ്. ഈ ലോകത്തിൻ്റെതായ ശക്തിയുടേതല്ല. ആയതിനാൽ ഇന്ന് ഈ ശബദിൻ്റെ പ്രഭാതത്തിൽ നമ്മളുടെ ജീവിതത്തിൽ ഒരു തീരുമാനം എടുത്തുകൊണ്ട് നമ്മൾ ഇന്ന് ആലയത്തിലേക്ക് കടന്നു പോവുക. ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതായ കൽപ്പനകൾ അനുസരിച്ച് മറ്റുള്ളവർക്ക് മാതൃകയാക്കി അതിലൂടെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നേടുന്നതായ ഒരു മകൻ അല്ലെങ്കിൽ ഒരു മകളായി തീരും എന്നുള്ളതായ ആ ചിന്തയോടുകൂടെ ഇന്ന് ആലയത്തിലേക്ക് കടന്നു പോവുക. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് കണ്ണുകളടയ്ക്കാം, ഒരു നിമിഷം പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധന നിത്യമാന നീതിമാനുമായ ഇടങ്ങൾ സ്വർഗീയ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, തിരുനാമത്തിന് സ്തോത്രം. ഈ മനോഹരമായ ശബദിൻ്റെ പ്രഭാതത്തിൽ കർത്താവിൻ്റെ അനുഗ്രഹത്തെ പറ്റി അടിയങ്ങൾ മനസ്സിലാക്കി കർത്താവിൻ്റെ കൽപ്പനകൾ അടിയങ്ങൾ അനുസരിക്കുമ്പോൾ ഏറ്റവും അനുഗ്രഹം ലഭിക്കുന്നവരാകുമെന്ന് മനസ്സിലാക്കി അങ്ങ് നൽകിയതായ ആ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ നല്ല മാതൃകയുള്ള ജീവിതം നയിക്കുവാനായിട്ട് അടിയങ്ങളെ ഓരോരുത്തരെ അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമെന്ന് യാചിക്കുന്നു. ഇത് കേൾക്കുന്നതായ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. അവരും ദൈവത്തിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട മക്കളായിരിക്കാൻ തക്കോണം അവരെ അവിടുന്ന് ചേർത്ത് പിടിക്കുമാറാകണമേ എന്ന് യാചിക്കുന്നു. ഇന്നത്തെ ശബദ് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ശബദായിരിക്കാൻ തക്കോണം കർത്താവ് ഇടയാക്കുമാറാകണമെന്ന് യാചിക്കുന്നു. അടിയങ്ങളുടെ ഈ എളിയ പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. സകലതും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.